കഴിഞ്ഞയിടെയുണ്ടായ റെക്കോർഡ് മഴയ്ക്ക് ശേഷം ദുബായിലും ഷാർജയിലുമെല്ലാം ഡെങ്കിപ്പനി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ഡെങ്കിപ്പനി മൂലം മരിക്കുന്നവരുടെ മൃതദേഹം ദുബായിൽ എംബാം ചെയ്യില്ല. എംബാം ചെയ്യാത്ത മൃതദേഹം കൊണ്ടുപോകാൻ വിമാന കമ്പനികളും തയ്യാറാകില്ല. ഇതാണ് പ്രതിസന്ധിക്ക് കാരണം. ഡെങ്കി ആയിട്ട് മരണപ്പെട്ട ഒരാളുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എംബാമിംഗ് ഇവിടെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ എംബാമിംഗ് ചെയ്യാത്തത് കാരണം മിക്ക എയർലൈൻസുകളും ഈ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോകാൻ കഴിയുന്നത് എമിറേറ്റ്സിൽ മാത്രമാണ് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. എമിറേറ്റ്സിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഒറ്റ ഒരു സർവീസേ ഉള്ളൂ, ഡെയിലി 9:30. അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് 2 സർവീസ്. എംബാം ചെയ്യാത്ത മൃതദേഹം കൊണ്ടുപോകുന്ന എമിറേറ്റ്സിന് തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് സർവീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച കണ്ണൂർ സ്വദേശിനിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും ഇതേ പ്രതിസന്ധി നേരിട്ടു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സർട്ടിഫിക്കറ്റിന് ഡൽഹിയിൽ നിന്നും അനുമതി വാങ്ങേണ്ടി വരുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. ഇവിടുന്ന് ഏത് ബോഡി നാട്ടിലേക്ക് കയറ്റി അയക്കുന്നതിന് മുമ്പും ഇവിടെ എംബാമിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അയച്ചു കൊടുത്ത് നാട്ടിലേക്ക് ഇപ്പൊ ഏത് എയർലൈൻസ് ആണ്, ഇപ്പം എമിറേറ്റ്സ് ആണെങ്കിൽ എമിറേറ്റ്സ് അല്ലെങ്കിൽ അറേബ്യ, ഏത് എയർലൈൻസ് ആണ് അവരുടെ ഓഫീസിലേക്ക് നാട്ടിലെ എയർപോർട്ടിലേക്ക് അയച്ചു കൊടുത്ത്, ഇപ്പൊ കൊച്ചിയാണെങ്കിൽ കൊച്ചിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവര് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കും. ആ ഡൽഹിയിൽ നിന്നുള്ള അപ്രൂവൽ വരാത്രത്തോളം കാരണം നമുക്ക് ഈ ബോഡി ഇവിടുന്ന് കാർഗോയിൽ കയറ്റി വിടാൻ കഴിയില്ല. ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ച പത്തനംതിട്ട സ്വദേശി അജിത് കുമാറിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിനും ഇതേ പ്രതിസന്ധി നേരിട്ടിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അജിത് കുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.